രാഹുലിനെതിരെ വീണ്ടും ഒരു കള്ളപ്പരാതിയുമായിട്ട് ഒരു യുവാവ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് കള്ളപ്പരാതിയാണെന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാണുന്നവർക്ക്, അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇതൊരു കള്ളപ്പരാതിയാണെന്ന്. അതുകൊണ്ടാണ് ഞാനിത് കള്ളപ്പരാതിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും രാഹുലിൻ്റെ തിരിച്ചു വരവ്, ഒരുപാട് ആളുകൾ രാഹുൽ ഇപ്പം തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് മുമ്പേ രാഹുലിനെതിരെ വീണ്ടും ഒരു പരാതിയുമായിട്ട് വന്ന് രാഹുലിൻ്റെ തിരിച്ചുവരവ് മുടക്കാനുള്ള പരിപാടിയാണ്. അല്ലാതെ ഇതിനകത്ത് വേറൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഞാനൊരു വീഡിയോ വെച്ച് തരാം. ആ ഒരു പരാതിക്കാരൻ പരാതി പറയുന്നത്, പുള്ളി മെയിൽ വഴിയാണ് പരാതി കൊടുത്തതെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, പുള്ളി പരാതി പറയാൻ പോകുന്ന സമയത്ത് ഒരു ലോഡ് മാധ്യമങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം മുമ്പ് കൂട്ടി പ്ലാൻ ചെയ്തൊരു പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു കള്ളപ്പരാതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, രാഹുലിൻ്റെ തിരിച്ചുവരവ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. എത്ര ആളുകൾ അത് ആഗ്രഹിക്കുന്നു, രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു പോസ്റ്റും കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബറും അതുപോലെ രാജൻ ജോസഫ് ഉണ്ടല്ലോ. അപ്പം അവർ രണ്ടും ശ്രീനാദേവി കുഞ്ഞമ്മയുമായിട്ട് ഉള്ളൊരു പ്രശ്നം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനെതിരെ സിബി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടല്ലോ, പുള്ളിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇതൊക്കെ രാജൻ ജോസഫും പുള്ളിയും കൂടി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനെതിരെ സിബി 18ാമത്തെ വയസ്സിൽ കോൺഗ്രസ്സിലേക്ക് വന്നൊരു വ്യക്തിയാണെന്നൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്താണ്ടൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ ശ്രീനാദേവി കുഞ്ഞമ്മ ആഞ്ഞടിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു പോസ്റ്റും കൂടെ ഞാൻ പങ്കുവയ്ക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഈ യുവാവിൻ്റെ പരാതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാളെ ഇത്രയും അയാൾ അനുഭവിക്കേണ്ട എല്ലാം അനുഭവിച്ച് കഴിഞ്ഞു. അയാളിനി കുറ്റക്കാരനാണെങ്കിൽ പോലും ഒരാളെയും ഇതുപോലെ എന്തായാലും ശിക്ഷിക്കരുത്. അയാളെ MLA പോസ്റ്റ് കളഞ്ഞു പൊളിച്ചു. ആ ഒരു വ്യക്തിയെ സമൂഹത്തിന് മുമ്പിൽ അപമാനിച്ചു, ഇപ്പോഴും അപമാനിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തതെന്നുള്ളൊരു ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. കാരണം നിയമസഭയിൽ തീപ്പൊരി വാറിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പലരും പേടിച്ചിരുന്നു. ഇനി ഇയാൾ നിയമസഭയിൽ വരരുത്, വന്നു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ പൊളിച്ചടുക്കും, നമ്മളെയൊക്കെ മോമുടി അഴിഞ്ഞ് വീഴും എന്ന് നല്ല ഉറപ്പുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇയാളെ ഇങ്ങോട്ട് പുറത്താക്കുക, ഇയാളെ ഇങ്ങോട്ട് മാറ്റണം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വെച്ചിരുന്നു, നിങ്ങൾ കണ്ടു നോക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ നിയമസഭയിലെ പൊളപ്പൻ പ്രസംഗങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ഇത്രയും ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്തായാലും നിയമസഭയിൽ വാഴിക്കത്തില്ല. അതങ്ങനാണ്. സത്യം ആര് പറയുന്നു അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും എപ്പോഴും ആളുകൾ പ്രവർത്തിക്കുന്നത്. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യല്, ലാസ്റ്റ് ഒരു ക്ലിപ്പും കൂടെ ഞാൻ വെച്ച് തരാം, രാഹുലിൻ്റെ നിയമസഭയിലെ ഒരു തീപ്പൊരി പ്രസംഗം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം വ്യക്തമാവും എന്തുകൊണ്ടാണ് രാഹുൽ എന്നൊരു വ്യക്തിയെ എതിർ പാർട്ടികളിലെ പല ആളുകളും ഭയക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു പരാതിക്കാരൻ വന്നല്ലോ. പരാതിക്കാരൻ്റെ പരാതി ഒന്നും കാണാം. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴത്തേക്കിനി ചിരിയാണ് വന്നത്. വൻ കോമഡിയാണ്. ഒരു പരാതി, സാധാരണ നമുക്കൊരു പരാതി എന്തെങ്കിലും, ഇപ്പോൾ ഇയാൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗുണ്ടകൾ ഇയാളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. പുള്ളിയുടെ കൂടെ ഇത്രയും നാളായിട്ട് ഒരാൾ പോലും, പുള്ളിക്ക് ഇത്രയും പ്രശ്നം വന്ന സമയത്ത് പോലും പുള്ളിയെ ആകെ രണ്ട് വ്യക്തികൾ മാത്രമാണ്, ശ്രീനാദേവി കുഞ്ഞമ്മയും അതുപോലെ ഫെനി നയനുമാണ് രാഹുലിനെ കട്ടയ്ക്ക് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളല്ലേ. പുള്ളി അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ കൂടെ ഇത്രയും ഗുണ്ടകളുണ്ടെങ്കിൽ പുള്ളിക്ക് ഒളിവിൽ ഈ മാറി നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. പുള്ളി കുറേ നാൾ ഒളിവിലായിരുന്നതാണല്ലോ പറഞ്ഞത്. മാറി നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അതുപോലെ പോലീസും അല്ലെ ഒരു ക്രിമിനലിനെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ പുള്ളിയുടെ ഹോട്ടലിലെത്തി, റൂമിലെത്തി പുള്ളിയെ പിടിച്ചുകൊണ്ട് പോയതെല്ലാം നട്ടപ്പാതിരിക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പുള്ളിയുടെ ഗുണ്ടകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അതിനെതിരെയൊന്നും ആ സമയത്ത് പ്രതികരിച്ചില്ല? ഇപ്പം മാത്രം പുള്ളിക്ക് ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു രാജൻ ജോസഫുമായിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വാർത്തകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഉള്ളൊരു കുരുപൊട്ടലായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. വീണ്ടും ഇയാൾ തിരിച്ചു വരുമോ എന്നുള്ളൊരു ഭയത്തിൽ ഒരു കേസ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അവിടെ കടന്നാലോ, ആ ഒരു വരക്കം മുടങ്ങിയാലോ എന്നൊക്കെ പ്രതീക്ഷിച്ചായിരിക്കാം. എന്തായാലും പുള്ളിയോട് ഇത്രയും അനീതി ഒന്ന് ആലോചിച്ച് നോക്കി. ആ വ്യക്തിക്ക് കിട്ടേണ്ട ശിക്ഷ മാക്സിമം കൊടുത്തു കഴിഞ്ഞു.
ഇനിയും എന്തിനാണ് പുള്ളി ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? പുള്ളി നല്ലൊരു രാഷ്ട്രീയ ഭാവിയുള്ള, ഞാൻ പറഞ്ഞില്ല MLA അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പം MLA ആയിട്ട് ഇരിക്കുമായിരുന്നെങ്കിൽ ഒരു മന്ത്രിയാവേണ്ട ഒരു വ്യക്തി തന്നെയാണ്. ഇനിയും രാഷ്ട്രീയപരമായിട്ട് അയാളെങ്ങനെ ക്രൂശിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും നിങ്ങൾ ആ വാർത്തയൊന്ന് കണ്ടു നോക്കേ. പോലീസിന് മെയിൽ അയച്ചിരുന്നു. പക്ഷേ ഇവിടെ നേരിട്ട് വന്നിട്ടില്ല. സാധാരണ നേരിട്ട് വരണ്ടേ? കാരണം നേരിട്ട് വന്ന് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താലേ അവർക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നേരിട്ട് വരാൻ അല്ല, പോലീസുകാർ പറയുന്നത് ഇപ്പൊ ചെന്നാലും അവർ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ഇപ്പൊ ചെന്നാലും കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ പരാതി കൊടുക്കാത്തതുകൊണ്ടാണ് അവർ നടപടി എടുക്കാത്തതെന്ന് പറയുന്നത്. പരാതി കൊടുത്ത് നേരിട്ട് ആഭ്യന്തരമന്ത്രിക്കും SHOയ്ക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് പോയി പരാതി കൊടുത്തു? അല്ല, മെയിൽ വഴി. അല്ല, മെയിൽ അയച്ചാൽ പോരാ, നമ്മൾ നേരിട്ട് വന്ന് ഇവരുടെ അടുത്ത് നിന്ന് ഹാജരാണ്. 3 ദിവസത്തിനുള്ളിൽ വന്ന് ഹാജരാവണം. അപ്പം അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ല. അവര് പോലീസുകാർ മെയിലിന് റിപ്ലൈ തന്നിട്ടുണ്ടോ? പരാതി എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗുണ്ടകൾ ഇവിടെ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയും കൊന്നുകളയുമെന്ന് പറയുന്നുള്ള ഒരു പരാതിയാണുള്ളത്. മനസ്സിലായി, പരാതി നിങ്ങൾ കണ്ടിരുന്നു. പോലീസിന് റിപ്ലൈ തന്നിരുന്നു. താങ്കളാഴ്ച മെയിലിന് പോലീസ് റിപ്ലൈ തന്നിരുന്നു, അത് കണ്ടിരുന്നു? ഇല്ല, കണ്ടില്ല. എന്തായാലും ഇപ്പൊ അവർ പോലീസ് പറയുന്നത് ഇപ്പൊ കേസ് രജിസ്റ്റർ ചെയ്യാൻ അവർ തയ്യാറാണ്. ഇപ്പൊ കയറി കാണാൻ തയ്യാറുണ്ടോ? തയ്യാറാണ്. അങ്ങോട്ട് പോയാലോ? തന്റെ പരാതിയിൽ കേസെടുക്കാത്തതിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് മുന്നിൽ യുവാവിന്റെ പ്രതിഷേധം. എന്നാൽ പ്രതിഷേധത്തിന് സ്റ്റേഷനിലെത്തിയപ്പോൾ അപ്രതീക്ഷിത ട്വിസ്റ്റ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇയാൾ പരാതി നൽകിയത് ഇമെയിൽ വഴിയാണ്. മെയിൽ വഴി പരാതി നൽകിയാൽ പിന്നീട് സ്റ്റേഷനിൽ ഹാജരാകണം. പോലീസ് ഇമെയിൽ വഴി മറുപടി കൊടുത്തെങ്കിലും ഇയാൾ സ്റ്റേഷനിൽ ഹാജരായില്ല. ഇതോടെ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെയായി. പ്രതിഷേധവുമായി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് നേരിട്ട് ഹാജരാകണമെന്ന കാര്യം മനസ്സിലാവുന്നത്. ഇതോടെ പ്രതിഷേധം അവസാനിപ്പിച്ച് സ്റ്റേഷനിലെത്തി സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മാവേലിക്കര അറന്നൂറ്റിമംഗലം സ്വദേശി അരുൺ ശിവൻകുട്ടിയാണ് പരാതിക്കാരൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗുണ്ടകൾ. നിങ്ങൾ അകത്തോട്ട് വന്നിട്ടേ മൊഴി തരിക. മൊഴി തന്നാൽ കേസ് എടുക്കും. ശരിയൊക്കെ ഇത് മാറ്റിക്കും, ഇതും ബോർഡും മാറ്റിക്കും. മാസ്ക് പുള്ളി എന്തിനാണ് വന്നതെന്ന് പോലും പുള്ളിക്ക് പോലും അറിയത്തില്ല. മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പുള്ളി അവിടെ കിടന്ന് ബബ്ബപ്പ് അടിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു കള്ളപ്പരാതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പുള്ളി എന്തിനാണ് ഈ മുഖം മൂടിക്കെട്ടി വെച്ച് വന്നത്? അവസാനം അത് അഴിച്ച് മാധ്യമങ്ങളെ മുഖം കാണിച്ചിട്ടാണ് പുള്ളി പോകുന്നത്. പുള്ളി ആരാണെന്ന് മനസ്സിലാവുക വരെ ചെയ്ത്. എന്തിനാണ് അല്ലെങ്കിൽ ഒരു പരാതി കൊടുക്കാൻ വരുന്ന ഒരാൾ എന്തിനാണ് ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചിട്ട് വരുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരക്കഥ എഴുതുന്ന ആളുകൾക്കൊക്കെ ഒന്നും ഇത്രയും ബുദ്ധിയില്ലൂടെ? ഇച്ചിരിയെങ്കിലും ബുദ്ധിപരമായിട്ടൊക്കെ ഒരു തിരക്കഥ എഴുതിക്കൂടെ? ഇത് എല്ലാ ടെസ്റ്റ് എല്ലാം അവർ തന്നെ പൊളിക്കുവാണ്. തിരക്കഥ എഴുതുക, അവർ തന്നെ പൊളിക്കുകയാണ്. എന്തായാലും കോമഡി ആയിപ്പോയി. ഓക്കെ, അപ്പം ഇനി ഞാനിവിടെ ശ്രീനാദേവി കുഞ്ഞമ്മ സിബി മറ്റേ യൂട്യൂബറായിട്ടുള്ള സിബിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സിബി, എന്തായി നിങ്ങൾ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു എന്ന കള്ളം? 24 മണിക്കൂറായിട്ട് നീ അതിനു മാത്രം മറുപടി പറഞ്ഞില്ലല്ലോ. ഇന്നലെ മദ്യപാന ചർച്ചയിലും നിനക്ക് അതിനുള്ള പരിഹാരം കിട്ടാത്തതുകൊണ്ട് അടുത്ത വിഷയം പറയാം. നീ ജയിലിൽ കിടന്ന 6 പരാതിക്കാരെ മാത്രമാണോ നീ സാമ്പത്തികമായി പറ്റിച്ചത് മോനെ? വേറെ നീ ആരെയും പൈസ പറ്റിച്ചിട്ടില്ലേ മോനെ? ഇന്നലെ സിബി തോമസ് താൻ ജയിലിൽ പോയതിനെക്കുറിച്ച് വിഷാദകാവ്യം പോലെ ഘട്ടം ഘട്ടമായി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് അത് തട്ടിപ്പല്ലെന്നും താൻ ഒരു അബദ്ധത്തിൽ അകപ്പെട്ടതാണെന്നുമാണ്. അത് ഒരു അബദ്ധവും അല്ല എന്നും ആസൂത്രിതമായ തട്ടിപ്പാണെന്നും ആ കേസിൻ്റെ യാഥാർത്ഥ്യ വസ്തുതകൾ ഞാൻ പിന്നാലെ വിശദമായി അവതരിപ്പിക്കും. എന്നാൽ സിബി തോമസിൻ്റെ ചരിത്രം 460/2015 എന്ന ആ ഒറ്റ കേസിൽ അവസാനിക്കുന്നില്ല. നീ അന്ന് ജയിലിൽ കിടന്ന കേസിനെ പറ്റി പറഞ്ഞത് അത് ഒരു CI നിന്നെ കുടുക്കിയതാണ് എന്നാണ്. ആ CIയുടെ കുടുംബം തന്നെ നിനക്ക് മറുപടിയായി വരുന്നുണ്ട്. നിരവധി ആളുകളെ സാമ്പത്തികമായി വഞ്ചിച്ച
നീ അവരെ നിശബ്ദരാക്കാൻ വേണ്ടിയാണ് അപരാധം പറയാൻ വേണ്ടി ഈ യൂട്യൂബ് ചാനൽ ആയിട്ട് പുതിയ വേഷം കെട്ടുന്നത്. നീ പൈസ കൊടുക്കാനുള്ളവർ നിന്നെ പിന്തുടരുന്നുണ്ട്. ആളുകളെ പറ്റിച്ച് പിടിച്ചു നിൽക്കാൻ പുറത്തായപ്പോൾ ജനിച്ചു വളർന്ന അങ്കമാലി വിട്ട് കുടുംബസമേതം എറണാകുളത്തേക്ക് താമസം മാറ്റേണ്ടി വന്ന വ്യക്തിയാണ് സിബി തോമസ് എന്നതും പരസ്യമായ കാര്യമാണ്. അതിനാൽ 2015 കേസ് മാത്രം പറഞ്ഞ് സ്വന്തം ഭൂതകാലം വെളുപ്പിക്കാൻ ശ്രമിക്കേണ്ട സിബി തോമസിൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ നഷ്ടം സംഭവിച്ചുവെന്ന് പറയുന്നവരുടെ കഥകളും തെളിവുകളും ഓരോന്നായി പൊതുസമക്ഷം എത്തും. സിബി തുടക്കം മാത്രമാണിത്, ബാക്കി കൂടി വരാനുണ്ട്. എന്നിട്ടൊരു പോസ്റ്റും കൂടെ പങ്കുവച്ചിട്ടുണ്ട്. സിബി എന്തിന് അങ്കമാലി വിട്ടത് എന്നൊരു പോസ്റ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സിബിയും രാജൻ ജോസഫും ഈ പറഞ്ഞിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയായിട്ടുള്ള അംഗം ഫേസ്ബുക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാനിവിടെ നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിയമസഭയിൽ ഒരു സ്പീച്ച് വെച്ചിട്ടാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അപ്പോൾ ഈ ഒരു വ്യക്തിയെ ഇപ്പോഴും പേടിക്കുന്നുണ്ട്, ഭയക്കുന്നുണ്ട്. നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം പൊളിച്ചടുക്കി കൈ തരും എന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഈ വ്യക്തി തിരിച്ചു വരുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും അവിടെ ഒരു ഇത് മുടക്കമുണ്ടല്ലോ, ആ മുടക്കം വരുത്തി ആ പുള്ളിയെ പുറത്ത് നിർത്താനെ കൊണ്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്നാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. അപ്പോൾ എന്നാലും രാഹുലിൻ്റെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഉറപ്പായിട്ട് കണ്ടു നോക്കേ. സാർ, ഇവർ സമ്മേളനം നടത്തി, 84 സമ്മേളനം നടത്തിയ ഞങ്ങളോട് പറയുകയാണ് സമ്മേളനം നടത്താൻ അറിയാമോന്ന്. സാർ, ഇവരുടെ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ് സാർ? എന്താണ് സാർ ഇവരുടെ റെപ്രസെന്റേഷന്റെ മാനദണ്ഡം? സാർ CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാരിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒറ്റ മന്ത്രി പോലുമില്ല ഈ മന്ത്രിസഭയിൽ. സാർ, CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ ഏതാണ്ട് 100 വർഷത്തെ പഴക്കമുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പോളിറ്റ് ബ്യൂറോയിൽ ആദ്യമായി ഒരു പട്ടികജാതിക്കാരൻ വന്നത് 2022 മാത്രമാണ്. സാർ, എന്തൊരു ഗതികേടാണ് സാർ. സാർ, ഈ രാജ്യത്ത് പട്ടികജാതിക്കാരന് ഒരുപാട് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നിഷിദ്ധമായിരുന്നു. സാർ, ഈ രാജ്യത്ത് പട്ടികജാതിക്കാരന് വേണ്ടിയിട്ട് ഈ നാട് നടത്തിയ നവോത്ഥാനം നിങ്ങൾ ഇരിക്കൂ. പോയിന്റിലേക്ക് വരൂ. നിങ്ങൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് സമയം തരണം സാർ. അങ്ങ് പോയിന്റിലേക്ക് വരൂ. സാർ, പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. സാർ, ഈ രാജ്യത്ത് പട്ടികജാതിക്കാരന് പ്രവേശനമില്ലാത്ത 2 ആരാധനാലയങ്ങൾ, ഒന്ന് RSS-ന്റെ സർസംഘചാലക പദവിയും പിന്നൊന്ന് CPM-ന്റെ സെക്രട്ടറി പദവിയല്ലേ സാർ? ആ പാർട്ടിക്കാരല്ലേ സാർ ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നത്? സാർ, ശ്രീ MV ഗോവിന്ദൻ, അദ്ദേഹത്തെ ഞാൻ 2ാമതും തെരഞ്ഞെടുക്കപ്പെട്ടെന്ന് അഭിവാദ്യം ചെയ്യുന്നു. അദ്ദേഹത്തോടുള്ള ഒരു അഭ്യർത്ഥന, ഇനിയെങ്കിലും AKG സെന്റർ എന്ന് പറയുന്നത് ക്ലിഫ് ഹൗസിന്റെ എക്സ്റ്റൻഡഡ് പാൻട്രി ഹൗസ് ആക്കി മാറ്റുന്ന വ്യവസ്ഥയിൽ നിന്ന് ഒരു നേർത്ത തിരുത്തലെങ്കിലും വരുത്തുവാൻ അങ്ങേക്ക് കഴിയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. ഇവിടെ കേരളത്തിന്റെ ബഹുമാനനായ റവന്യൂ വകുപ്പ് മന്ത്രി ഇരിപ്പുണ്ട്. കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയോട് ഒരു പോയിന്റ് ഓഫ് ഓർഡർ അങ്ങയോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. വിൻസെന്റ് ഇരിക്കെ ഉണ്ടോന്ന് നോക്കട്ടെ. CPM എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുകയും ഭരണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ്. ആ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് AKG സെന്റർ. ആ AKG സെന്ററിനെ ഒരു പാൻട്രി ഹൗസായി ആക്ഷേപകരമായി ഉന്നയിച്ചത് സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യണം. സാർ, കേരളത്തിന്റെ ബഹുമാനനായ റവന്യൂ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട്. സാർ, അങ്ങയുടെ ഒരു കണ്ണീരിനെ അങ്ങയെ തന്നെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സാർ, പത്തനംതിട്ട ജില്ലക്കാരനായ ശ്രീ നവീൻ ബാബു, ഇവിടെ ഇപ്പോൾ ഈ ശബ്ദമുണ്ടാക്കിയ ഈ CPM-കാർ പിടിച്ച അതേ കൊടി തന്നെ പിടിച്ച ആ മനുഷ്യനെ കാത്ത് ഒക്ടോബർ മാസം 15-ാം തീയതി രാവിലെ
5 മണിക്ക് ആ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് പിഞ്ചു പെൺമക്കളും റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയായിരുന്നു സാർ. റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയായിരുന്നു സാർ. റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമെന്ന റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞു നിർത്തോ ഇത്? നവീൻ ബാബുവിന്റെ കാര്യം പറയുമ്പോ എന്തിനാണ് സാർ ഇങ്ങനെ പൊള്ളുന്നത്? നവീൻ ബാബുവിന്റെ കാര്യം പറയുമ്പോ എന്തിനാണ് സാർ ഇങ്ങനെ പൊള്ളുന്നത്? ഇല്ല സാർ നവീൻ ബാബുവിന്റെ കാര്യം പറയുമ്പോ ഇങ്ങനെ പൊള്ളുന്നത് എന്തിനാണ് സാർ? നവീൻ ബാബുവിന്റെ കാര്യം പറയുമ്പോ ഇങ്ങനെ പൊള്ളുന്നത് എന്തിനാണ് സാർ? 2 മിനിറ്റ് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയോട് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയോട് ഓർമ്മപ്പെടുത്തുകയാണ് സാർ. നിങ്ങൾ ആ ഉദ്യോഗസ്ഥനെ ആണ് സാർ കൊന്നുകളഞ്ഞത്.